ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കുറിച്ചിട്ടുള്ള കണക്കുകളാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കണക്കുകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇഫ് ദ സൈസ് ഓഫ് ദ ബ്രാഞ്ച് ഇസ് വെരി ലാർജ് ഇറ്റ് മേ ബി അലൗഡ് ടു ഓപ്പറേറ്റ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്. അതായത് ബ്രാഞ്ചിൻ്റെ സൈസ് വളരെ വലുതാണെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അലൗ ചെയ്യും എന്നുള്ളതാണ്. ആൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഈസ് വൺ വിച്ച് ക്യാരീസ് ഇറ്റ്സ് ബിസിനസ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബിസിനസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാരി ചെയ്യുന്നുള്ളതാണ്. ബട്ട് ഫങ്ഷൻസ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ഹെഡ് ഓഫീസ്. പക്ഷേ എന്താണ്, അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഭാഗമായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നു പറയുന്നു. ഇറ്റ് മെയിൻറ്റെയിൻസ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ബുക്സ്. അതതിൻ്റെ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അക്കൗണ്ട്സ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് ചോദിക്കുകയാണ്, ഇതുവരെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓപ്പറേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നത് ബുക്സ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്താണ് ഇങ്ങനെ വരിക, ഓപ്പണിംഗ് ബാലൻസുകൾ ഡെബിറ്റിൽ വരും, അസറ്റുകളുടെയൊക്കെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ഇവിടെ വരും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അത് ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നതൊക്കെ എവിടേക്കും, ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്നതൊക്കെ എവിടേക്കും ആയിട്ടാണ് വരിക. ഇനി ബുക്സ് ഓഫ് ദ ബ്രാഞ്ചിൽ വരുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ, അതായത് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബ്രാഞ്ച് അക്കൗണ്ടിന് ഹെഡ് ഓഫീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് കണ്ടതാണ്. ഇനി ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുന്നത്. ബ്രാഞ്ചിൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ഇവിടെയാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് വരിക. ഇനി ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്ന ക്യാഷ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ എവിടെ വരും, ക്രെഡിറ്റിൽ വരും. അത് ഇവിടെ ഡെബിറ്റിലാണ് വരിക എന്നുള്ളതാണ്. പിന്നെ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയക്കുന്ന ഗുഡ്സ് ഇവിടെ വരും, അത് ഇവിടെ വരും. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇവിടെ വരുന്നതിന് പകരം അതായിട്ട് ഇവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. കാര്യം ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അക്കൗണ്ട് എഴുതുമ്പോൾ ഇവിടെ ഡെബിറ്റിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ക്രെഡിറ്റിൽ എഴുതുക, ഇവിടെ ക്രെഡിറ്റിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഡെബിറ്റിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിലത് നോക്കാനുണ്ടാവും. ബ്രാഞ്ച് തയ്യാറാക്കുമ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് വരും, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് വരും. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാനും ചാൻസ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ചിലപ്പം ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കും, ബ്രാഞ്ച് ചിലപ്പം ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരിച്ചയക്കും. ഇത് ചിലപ്പോൾ ഓൺ ദ വേ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഉള്ളത് ഇപ്പോൾ ലേ ലഡാക്കിലാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ട്രെയിൻ വഴി ഗുഡ്സ് അയക്കുകയാണെങ്കിൽ മിനിമം 2-3 ദിവസം എടുത്തിട്ടേ ഗുഡ്സ് അവിടെ എത്തുള്ളൂ. അപ്പം ഇന്ന് അയച്ചിട്ട് നാളെ വരുമ്പോൾ അത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്, മറ്റന്നാൾ വരുമ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. 3-ാം ദിവസം അവിടെ എത്തുമ്പോഴാണ് എന്ത് ആ ഗുഡ്സ് റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷും പണ്ടത്തെ കാലത്തൊക്കെയാണ് ക്യാഷ് എന്താണ് ബാങ്ക് ത്രൂ അയക്കുന്ന നേരത്തൊക്കെ എന്താണ്, അല്ലെങ്കിൽ വലിയ തുകയൊക്കെ അയക്കുമ്പോൾ നമ്മൾ എന്താണ് അത് വലിയ സെക്യൂരിറ്റി ആയിട്ട് വാഹനത്തിലോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് അയക്കുക, ഇന്നത്തെ മാതിരി ഓൺലൈൻ ട്രാൻസാക്ഷനെ കാട്ടിയും. അപ്പം ഇതും എന്താണ് ഓൺ ട്രാൻസിറ്റ് ആവാം. പിന്നെ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച്, പിന്നെ എന്താണ് ഡിപ്രിസിയേഷൻ ഓൺ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്, ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ. ഇത് രണ്ടും പഠിച്ചു വെക്കുക തിയറി ആയിട്ട്. ഇതൊക്കെ അതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കുക. ഇതിനും ജേർണൽ എൻട്രീസ് നോക്കാണ്ട്. പിന്നെ റെമിറ്റൻസ് അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ നിങ്ങളതൊന്ന് മാർക്ക് ചെയ്യുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ടു ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ് ഇസ് നോട്ട് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ടിൽ ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ് ആർ നോൺ ആസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതൊന്നും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഹെഡ് ഓഫീസിൽ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എഴുതേണ്ടത്. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നിന്നാണ് നേരെ തിരിച്ച് ചെയ്താൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റ് ടു, അത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനെ ഇവിടെ ബ്രാഞ്ചിന് പകരം എന്ത് ചെയ്താൽ ഇവിടെ ഹെഡ് ഓഫീസിന് എഴുതാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം ആകുമ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട്. അതും എന്താണ് നിങ്ങളിവിടെ കണ്ടില്ലേ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ് അല്ലേ. അതേമാതിരി ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസാണ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റത്തിൽ വരുമ്പം ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ആണ്. ഇനി ഹെഡ് ഓഫീസിലെ എക്സ്പെൻസുകൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസിന് ബുക്കിൽ എഴുതുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എഴുതിയിട്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക, ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാകുമ്പോൾ. ഇനിയിപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്സിലാകുമ്പോൾ എക്സ്പെൻസ് ടു ഹെഡ് ഓഫീസാണ്, ഹെഡ് ഓഫീസിൻ്റെ ക്രെഡിറ്റിലാണ് എഴുതുക. ഡിപ്രിസിയേഷൻ വരുമ്പോൾ എന്താ വെച്ചാൽ ഹെഡ് ഓഫീസ് ആകുന്ന നേരത്ത് ബ്രാഞ്ച് ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് ആണ്. ബ്രാഞ്ചിൻ്റെ ബുക്സിൽ വരുമ്പോൾ ഡിപ്രിസിയേഷൻ ടു ഹെഡ് ഓഫീസ് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ ഹെഡ് ഓഫീസ് ഫിക്സഡ് അസറ്റിന് വേറെ അക്കൗണ്ട് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ
ഡിപ്രിസിയേഷൻ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസിൻ്റെ ഫോർമാറ്റ്. നിങ്ങളതൊന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. എക്സാമ്പിൾ 7 ആണ്. റൈറ്റ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് for the accounting year ends 31st March. The goods sent by head office on March 27th worth rupees 4,000 to the Kannur branch not received by the branch till March 31st. അതായത് മാർച്ച് 27 ഹെഡ് ഓഫീസിൽ നിന്ന് 4,000 രൂപേൻ്റെ ഗുഡ്സ് കണ്ണൂർ ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ മാർച്ച് 31 അത് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം മാർച്ച് മാസം 31 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മാർച്ച് മാസം 31 എന്നൊക്കെ വെച്ചാൽ അത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഗുഡ്സ് എത്തിയില്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ജേണൽ എൻട്രി എന്താ വരുന്നത്? നമ്മൾ തൊട്ട് മുൻപ് കണ്ടതാണ്. ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെ നമ്മൾ എഴുതേണ്ടത്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച്. ഇനി ബ്രാഞ്ചിൻ്റെ ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ അവിടെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതാൻ പറഞ്ഞത്. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതുക ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ഹെഡ് ഓഫീസ് എന്നുള്ളതാണ് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്ന ജേണൽ എൻട്രി. അത് കഴിഞ്ഞിട്ട് മാംഗ്ലൂർ ബ്രാഞ്ച് പെയ്ഡ് rupees 5,000 ഫോർ എ മെഷീൻ പർച്ചേസ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഫോർ ദ ലേറ്റർ. മംഗലാപുരം ബ്രാഞ്ച് 5,000 രൂപ ഒരു മെഷീന് വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ഡിപ്രിസിയേഷൻ അറ്റ് 10% ഓൺ ഫർണിച്ചർ. 10% ഡിപ്രിസിയേഷൻ ഫർണിച്ചറിന് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. സോ ഓക്കെ, ഇനി അടുത്തത് മാംഗ്ലൂർ ബ്രാഞ്ച് പെയ്ഡ് 5,000 ഫോർ എ മെഷീൻ പർച്ചേസ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഫോർ ദ ലേറ്റർ. ഓക്കെ, അതായത് ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏതൊരു എക്സ്പെൻസ് ഹെഡ് ഓഫീസിൽ എഴുതുമ്പോൾ ബ്രാഞ്ച് ടു ഏതാണ് എക്സ്പെൻസ് അതാണ് എഴുതേണ്ടത്. ഇതാണ് ആ ഒരു ജേണൽ എൻട്രി എഴുതേണ്ടത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ടു മെഷീനറി വരും. പിന്നീട് പ്രൊവൈഡ് ഡിപ്രിസിയേഷൻ ഓൺ 10% ഓൺ ഫർണിച്ചർ. മാംഗ്ലൂർ ബ്രാഞ്ച് ഫർണിച്ചർ ഇസ് മെയിൻറ്റെയിൻ ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതിൻ്റെ 10% കാണാം. എന്നിട്ട് ഹെഡ് ഓഫീസിൽ ഇതാ ജേണൽ എൻട്രി വരിക. ബ്രാഞ്ച് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു കണ്ണൂർ ബ്രാഞ്ച് 4,000. അടുത്തത് മെഷീനറി അക്കൗണ്ട് ടു മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. സോറി, ഇതല്ല ജേണൽ എൻട്രി, ഇത് എക്സ്പെൻസ് ആണ്. നമ്മളിത് ഫിക്സഡ് അസറ്റ് വാങ്ങും. അസറ്റിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മെഷീനറി ടു മാംഗ്ലൂർ ബ്രാഞ്ചാണ്. അപ്പോൾ ലാസ്റ്റ് മാംഗ്ലൂർ ബ്രാഞ്ച് ടു ഫർണിച്ചർ. കാരണം ജേണൽ എൻട്രിക്ക് ഡിപ്രിസിയേഷൻ വരുമ്പോൾ ഇതാണ് ജേണൽ എൻട്രി. സോറി, ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ വരുമ്പോൾ ഇതാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, ഇപ്പോൾ ആദ്യം എൻട്രി ചെയ്തേണ്ടത് ഗുഡ്സ് സെൻഡാണ്. 4,000 രൂപ അയച്ചിട്ടുണ്ട് പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ജേണൽ എൻട്രി ഇതാ വരുന്നത്. അടുത്തത് എന്തായിരുന്നു? മെഷീനറി മംഗലാപുരം ബ്രാഞ്ചിലേക്ക് വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ മെഷീനറി ആയതുകൊണ്ട് ഇതാണ് മെഷീനറി അക്കൗണ്ട് ടു മാംഗ്ലൂർ ബ്രാഞ്ചാണ്. പിന്നെ അടുത്തത് ഫർണിച്ചറിന് ഡിപ്രിസിയേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ടാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹1,88,000 ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് and branch accounts in the books of head office as a debit balance of 2,16,000. അതായത് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബ്രാഞ്ചിൻ്റെ ശരിക്കും ക്രെഡിറ്റ് ബാലൻസ് കിടക്കുന്നത് 1,88,000 ആണെങ്കിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൻ്റെ ഡെബിറ്റ് ബാലൻസ് കിടക്കുന്നത് 2,16,000 ആണ്. അപ്പോൾ അതിലെന്തോ ഒരു വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താനാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 12,000 രൂപേൻ്റെ ഗുഡ്സ് വാസ് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് 2 days ബിഫോർ ദ ക്ലോസിംഗ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ 2 ദിവസം മുന്നേ അയച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് കിട്ടിയത്. അതുകൊണ്ട് ക്ലോസിംഗ് ഡേറ്റിനന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് ആണ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് മാത്രമേ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് വെറും 12,000 വരുന്നുള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ 1,88,000 2,16 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഡിഫറൻസ് എത്ര വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 28,000 ഉണ്ട്. അപ്പോൾ 28,000 12,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെന്ന് മനസ്സിലായി. ബാക്കിയുള്ളത് ക്യാഷ് ഇൻ ട്രാൻസിറ്റിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ടിന് എഴുതുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 9. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പാസ് അഡ്ജസ്റ്റിംഗ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ഫോർ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നോക്കുക. ഹെഡ് ഓഫീസിന് 38,000 ആണ് ക്രെഡിറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രാഞ്ചിൽ എത്രയാണ്? 30,000 ആണ്. 8,000 വ്യത്യാസമുണ്ട്. ക്യാഷ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ബാക്കി ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസിൻ്റെ ഡെബിറ്റിൽ 20,000, ബ്രാഞ്ചിൻ്റെ ക്രെഡിറ്റിൽ 5,000 ഉള്ളൂ. അപ്പോൾ 15,000 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 8,000 ഡിഫറൻസ്, ഇവിടെ എത്രയാണ്? 15,000. അപ്പോൾ 7,000 ഡിഫറൻസ് ആണ് എന്തിൽ കൊടുക്കേണ്ടത്? ക്യാഷ് ഇൻ ട്രാൻസിറ്റിൽ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് എന്താണ്? അത് 8,000 ആണ്. അതിവിടെ കാണിക്കുക. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്നാണ്. ഇവിടെ എത്ര ഡിഫറൻസ് നോക്കുക? 5,000 20,000 എത്ര ഉണ്ട്? 15,000 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 8,000 ഉള്ളൂ. ബാക്കി 7,000 എന്താണ്? അതായത് 15,000 8,000 മൈനസ് ചെയ്താൽ 7,000. അതാണെന്ത്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. സോ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇതാണ് ഈ ഒരു കണക്കിൽ പറയാനുള്ളത്. ഇതെന്താണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ. അപ്പോൾ അതിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ അക്കൗണ്ട്സ് എന്താണ് കൃത്യമായിട്ട് നോക്കി വെക്കുക എന്നുള്ളതാണ്.